നിക്കാഹ് ആര് കഴിച്ചു കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരല്പം 2 മിനിറ്റ് എടുത്ത് ഞാൻ വിശദമായി തന്നെ പറയുന്നു. ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള അവകാശം ആദ്യമായി വരുന്നത് സ്വന്തം പിതാവിനാണ്. അതിൻ്റെ ശേഷം പിതാവിൻ്റെ പിതാവിന്. ഇവർ രണ്ടാൾക്കും മുജിബിറായ വലിയ് എന്ന് പറയും. അഥവാ തീരെ വിവാഹം ചെയ്യപ്പെട്ടിട്ടില്ലാത്ത പെണ്ണിനെ ആദ്യമായി വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ സമ്മതം പോലും നോക്കൽ നിർബന്ധമില്ലാതെ തന്നെ ബാപ്പക്കും വലിയുപ്പാക്കും ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കാം. അവർ മുജിബിറായ വലിയങ്ങളാണ്. അവർ രണ്ട് മാത്രമേ മുജിബിറായ വലിയ എന്ന പേരിൽ അവർ മാത്രമേ ഉള്ളൂ. 3-ാം സ്ഥാനം ഉമ്മയും ഒപ്പയും ഒത്ത സഹോദരൻ ഉണ്ടെങ്കിൽ അവനാണ്. 4-ാം സ്ഥാനത്ത് ബാപ്പയൊത്ത സഹോദരൻ. 5-ാം സ്ഥാനത്ത് ഉമ്മയും ഉപ്പയും ഒത്ത സഹോദരന്റെ മകൻ. ശേഷമുള്ള സ്ഥാനം ബാപ്പയൊത്ത സഹോദരന്റെ മകൻ. 7-ാം സ്ഥാനം ഉമ്മയും ഉപ്പയും ഒത്ത പിതൃവ്യ സഹോദരൻ. അതായത് വാപ്പാന്റെ ജ്യേഷ്ഠനും അനുജനും. ഉമ്മി ഒപ്പി ഒത്താറിനാൽ ആ സഹോദരന്റെയും ബാപ്പാന്റെയും മിപ്പിയും ഒന്നാണ് എന്നർത്ഥം. അതായത് ഒരേ വലിയുമ്മാക്കും വലിയുപ്പക്കും ഉള്ളതാണ് ബാപ്പയും ആ സഹോദരനും എന്നർത്ഥം. പിന്നെ വാപ്പൊത്ത എളാപ്പ മൂത്താപ്പമാർ. അതിൻ്റെ ശേഷം ഉമ്മയും ഒപ്പയും ഒത്ത എളാപ്പ മൂത്താപ്പാരുടെ മകൻ. പിന്നെ വാപ്പ മാത്രമൊത്ത എളാപ്പ മൂത്താപ്പാരുടെ മക്കൾ. 11-ാം സ്ഥാനമാണ് ഖാലി. ഖാലിയും ഇല്ലെങ്കിൽ പിന്നെ തഹക്കീമാക്കി നിക്കാഹ് ചെയ്യുന്ന മുഹക്കമ് എന്ന് പറയും. ഞാൻ ഓരോന്നും വിശദീകരിക്കുന്നില്ല. ഖാലിക്കും മുഹക്കമിനുമൊക്കെ പെണ്ണിന്റെ സമ്മതമുണ്ടായിരിക്കൽ ഷർത്താണ്. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, വാപ്പാന്റെ വാപ്പയോ നിക്കാഹ് ചെയ്തു കൊടുക്കുമ്പോൾ കുട്ടിക്ക് പ്രായപൂർത്തി എത്തിയില്ല, ചെറിയ കുട്ടിയാണെങ്കിൽ വരെ ആ നിക്കാഹ് സ്വഹീഹ് ആണ്. വാപ്പയും വല്യുപ്പയും അല്ലാത്ത കുട്ടികളെയാണ് കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. അതായത് വാപ്പയും വല്യാപ്പയും അല്ല, ഒരു പെണ്ണിനെ മറ്റുള്ള ഏതെങ്കിലും ആളുകളാണ് കല്യാണം കഴിക്കുന്നത്. ജ്യേഷ്ഠനോ എളാപ്പാന്റെ മക്കളോ ഒക്കെ ആണെങ്കിൽ പ്രായപൂർത്തി എത്തണം കുട്ടിക്ക് എന്ന് സാരം നിർബന്ധമാണ്. കാരണം കുട്ടിയുടെ ഇതിന് സമ്മതമുണ്ടാകൽ നിർബന്ധമാണ്. പ്രായപൂർത്തിക്ക് ശേഷം മാത്രമേ സമ്മതം പരിഗണിക്കപ്പെടുകയുള്ളൂ. അപ്പം ഒരു കുട്ടിയെ വിവാഹം ചെയ്ത് കൊടുക്കുന്നത് പിതാമഹനോ അല്ലെങ്കിൽ പ്രായപൂർത്തി എത്തിയെങ്കിൽ മാത്രമേ കല്യാണം ചെയ്തു കൊടുക്കാവൂ. പ്രായപൂർത്തി എന്നാൽ 15 വയസ്സാവണമെന്നില്ല. പെണ്ണിന് ഋതുരക്തം ആ പ്രായമായാൽ മതി. ഹൈദ് തുടങ്ങിയാൽ ഒരു പെണ്ണിന് പ്രായപൂർത്തി എത്തിയതായിട്ട് ശറഅ് കണക്ക് കൂട്ടുന്നുണ്ട്. പ്രായപൂർത്തിക്ക് ശേഷം മാത്രമേ പിതാമഹനോ അല്ലാത്ത മറ്റുള്ളവർക്ക് നിക്കാഹ് പെണ്ണിനെ ചെയ്തു കൊടുക്കാൻ അവകാശമുള്ളൂ. കാരണം പെണ്ണിന്റെ സമ്മതം നിർബന്ധമാണ്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, വാതാകാനൽ വലിയുൽ അഖ്റബു, നേരെ അടുത്ത ആള് ദാസിബൻ, കുട്ടിയായി, ഔ ജൂനൂനിൻ അല്ലെങ്കിൽ ഭ്രാന്തനായി. ഉപ്പയുണ്ട് അല്ലെങ്കിൽ ഉപ്പ മരിച്ചിട്ടുണ്ട്, ആങ്ങളുണ്ട്, പക്ഷെ ആ ആങ്ങള അല്ലെങ്കിൽ ബാപ്പ ഭ്രാന്തന, വാപ്പുണ്ട്, വാപ്പാക്ക് ഭ്രാന്താണ്. അല്ലെങ്കിൽ ആങ്ങളയുണ്ട്, ആങ്ങളക്ക് ഭ്രാന്താണ്. എന്നാൽ ഇൻതഖലൽ വിലായത്തൂരിൽ അബ്അദീന, ദൂരെയുള്ള ആൾ കല്യാണം കഴിച്ചു കൊടുക്കണം, ഖാദിയല്ല. തുഹ്ഫ 7-ാം വാള്യം 253-ാം പേജിലും ഫതൂൽ മുഈൻ 357-ാം പേജിലും പറഞ്ഞിട്ടുണ്ട്. നല്ലവണ്ണം ശ്രദ്ധിക്കണം. ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കാൻ സമയത്ത് വാപ്പാക്ക് ശരിക്ക് ഭ്രാന്താണ്. എന്നാൽ ആങ്ങളക്കാണ് പിന്നെ വിലായത്തുള്ളത്. അസുഖമായ ബാപ്പാക്ക് ഭ്രാന്താകുന്ന മാനസിക രോഗമാകുന്ന അവസ്ഥയിൽ പിന്നെ ഖാലിക്കല്ല. പിന്നെയോ തൊട്ടടുത്തുള്ള സ്ഥാനമാരാണ്? വലിയുപ്പുണ്ടെങ്കിൽ വലിയുപ്പ കല്യാണം കഴിച്ചു കൊടുക്കണം, അല്ലെങ്കിലോ ആങ്ങളയുണ്ടെങ്കിൽ ആങ്ങള കല്യാണം കഴിച്ചു കൊടുക്കണം. അങ്ങനെ വിഷയം. ഇനി ഞാൻ ചോദ്യത്തിലേക്ക് വരട്ടെ. വലവ് ഖാബൽ അഖറബു, തൊട്ടടുത്ത ആള് ഖായിബായി, ഇലാ മർഹലത്തെ 2 കിലോമീറ്റർ 2 മർഹല അപ്പുറമാണ്. ഔ അക്സർ, അല്ലെങ്കിൽ അതിലധിക. വാപ്പുണ്ട്, പക്ഷെ വാപ്പ എവിടെയെന്നറിയില്ല. വലം യുക്കമ്പി മൗത്തി, വാപ്പ മരിച്ചു എന്ന് വിധിക്കപ്പെട്ടിട്ടില്ല. വാപ്പ മരിച്ചു എന്ന് വിധിക്കാൻ പറ്റിയ സന്ദർഭങ്ങളുണ്ട്. അവിടെ പിന്നെ വാപ്പാന്റെ അടുത്തുള്ള സ്ഥാനക്കാരാരാണോ അവരാണ് കല്യാണം കഴിച്ചു കൊടുക്കുക, ആങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. ഇതങ്ങനെയല്ല. വാപ്പ ഉണ്ട്, പക്ഷെ വാപ്പ എവിടെയെന്നൊരു പിടുത്തുമില്ല. വല വക്കീല ലഹു, വാപ്പാക്ക് അവിടെ വക്കീലും ഇല്ല. ഹാദർ ഇവിടെ നാട്ടില്. എന്നാൽ ഫൽ വിലായത്തുൽ ഖാലി, പിന്നെ ഖാലിക്കാണ് അധികാരം. ശരിക്കും ശ്രദ്ധിക്കണം, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള വിഷയമാണിത്. ഒരു പെൺകുട്ടിയുടെ ഉപ്പ നാട് വിട്ടു പോയതാ, മരിച്ചു എന്ന് പറയാൻ, മരണം കൊണ്ട് വിധിക്കപ്പെടാൻ സാഹചര്യം വന്നിട്ടില്ല, എവിടെയാണെന്ന് അറിയൂല. എന്നാ ആങ്ങളക്കല്ല അധികാരം. ലിൽ ഖാലി, ഖാലിക്കാണ് അധികാരം.
ലൽ അബ്അദി ആങ്ങളക്കും മറ്റും അല്ല, വൈൻ ത്വാലത്ത് ഗൈബത്തു എത്ര കാലം പോയിട്ടായാലും ശരി, വജുഹില മഹല്ലുഹു വഹയാത്തു ഇപ്പൊ ഉണ്ടോന്ന് അറിഞ്ഞുകൂടാ, എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ, മൊബൈൽ കണക്ഷൻ അറിഞ്ഞുകൂടാ, എന്തായാലും വേണ്ടില്ല, ഒരു രക്ഷയില്ല. ഖാദിക്ക് മാത്രമാണ് അധികാരം, ആങ്ങളക്കല്ല. വല്ലൗലാ അയ്യദനിൽ അബ്അദി ലിൽ ഖിലാഫി, പക്ഷേ ഇവിടെ ഖാദിമാണെങ്കിൽ അബ്അദായ തൊട്ടടുത്തുള്ള ആൾക്ക് സമ്മതം കൊടുക്കാൻ അതാണ് നല്ലത് എന്ന് തുഹഫ 7-ാം വാള്യം 159-ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. മേൽ പറഞ്ഞ സുആലിലുള്ള വാപ്പാനെ ഒരു നിലക്കും കാണാനില്ല. അപ്പൊ പിന്നെ ഖാദിക്കാണ് അധികാരം, ഖാദിക്കാണ് അധികാരം. ഇനിവിടെ ആങ്ങളുണ്ട്, ആങ്ങളെയും കാണാനല്ലോ. ഇനിയിവിടെ ആങ്ങളെ പ്രായപൂർത്തി എത്തിയതുണ്ട് എങ്കിൽ വരെ ബാപ്പ മഫ്കൂദാകുമ്പോൾ ഈ ആങ്ങളക്കല്ല അധികാരമുള്ളത്, ഖാദിക്കാകുന്നു. ഇതെല്ലാം തുഹഫ 7-ാം വാള്യം 159-ാമത്തെ പേജിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വയുസവ്വിജുൽ ഖാദി അയ്ളൻ അൽ മഫ്കൂദി അല്ലദീ ലാ യുറഫു മകാനു വലാ മൗതു വലാ ഹയാതു ലിതഅദുൽ നികാഹി മിൻ ജിഹതിഹി. വലിയായ വ്യക്തി, അതായത് ബാപ്പയോ ആങ്ങളെയോ ഏതാണ് നാടെന്നറിഞ്ഞു, എവിടെയുള്ളതെന്ന് അറിഞ്ഞൂടെ, മരിച്ചോ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ, ആളെ കിട്ടണില്ല, എന്നാൽ അവിടെ ഖാദിയാകുന്നു കല്യാണം കഴിച്ചു കൊടുക്കേണ്ടത് എന്ന് ഷെർവാനി 7-ാം വാള്യം 259-ലൊക്കെ വളരെ വിശദീകരിച്ചിട്ടുണ്ട്. ഖാദിക്കാണ് അധികാരം. ഏതായാലും ചോദ്യത്തിൽ പറഞ്ഞത് അമ്മോന്മാർക്ക് ഉമ്മാന്റെ ഭാഗത്തിന് നിക്കാഹിന്റെ അധികാരേ ഇല്ല. ഉമ്മാന്റെ നേരെ ആങ്ങളുണ്ട്, ആ ആങ്ങളെയാണ് ഈ കുട്ടിയൊക്കെ നോക്കി വളർത്തുന്നത്. പക്ഷെ നിക്കാഹിന്റെ അധികാരം ആ ആങ്ങളക്ക് ലഭിക്കുന്നതല്ല. അതുപോലെ തന്നെ ഒരു പെണ്ണിന്റെ ഉമ്മന്റെ വാപ്പ വല്യുപ്പ, അവരായിരിക്കും ചിലപ്പോൾ ഈ കുട്ടിയെയും കുട്ടിയുടെ തള്ളയെയും സംരക്ഷിക്കുന്നതും നോക്കുന്നതും വളർത്തുന്നതും കല്യാണം ഉണ്ടാക്കിയതും ചെലവ് വഹിക്കുന്നതുമൊക്കെ. ഒരു കാരണവശാലും ഒരു പെണ്ണിന്റെ ഉമ്മയുടെ ഉപ്പക്ക് വിലായത്ത് എന്ന അധികാരം ശറഇൽ ലഭിക്കുന്നില്ല, അമ്മാവന് ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ ഒരു പെണ്ണിനെ കെട്ടിക്കാനുള്ള അധികാരം സ്വന്തം മകന്, ഒരു പ്രായമായ കുറച്ചൊരു 10-30 വയസ്സുള്ള ഒരു തള്ളക്ക് ഒരു 10-15 വയസ്സുള്ള കുട്ടിയുണ്ടെന്ന് സങ്കല്പിക്കുക, മകന് ഉമ്മാനെ കെട്ടിച്ചു കൊടുക്കാനുള്ള അവകാശമല്ല. വിലായത്ത് എന്ന് പറഞ്ഞത് ശറഅ് അനുവദിച്ച പ്രത്യേകമായ ആളുകളുണ്ട്, അവർക്ക് മാത്രമേ ഉള്ളൂ. അധികവും അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നേരെ തൊട്ടടുത്തുള്ള വലിയന് കുഫറുണ്ടായി, കാഫിറാണ്, അല്ലെങ്കിൽ ജുനൂൻ ഉണ്ടായി, അല്ലെങ്കിൽ കുട്ടിയാണ്, അല്ലെങ്കിൽ ഫാസിഖാണ്, ഒരിക്കലും അനുവദനീയമല്ലാത്ത നിലക്കുള്ള ഇങ്ങനെയുള്ള എന്തെങ്കിലും മാനിയ വന്നാൽ നേരെ അബ്അദാകുന്നു പിന്നെ കല്യാണം കഴിച്ചു കൊടുക്കേണ്ടത്. ലാ ഇലൽ ഖാദി, ഖാദിയിലേക്ക് അല്ല. അത് നല്ലവണ്ണം ശ്രദ്ധിക്കണം. അവിടെ വിലായത്ത് ഖാദിയിലേക്ക് അല്ല നീങ്ങുക, തൊട്ടടുത്തുള്ള ആളിലേക്കാണ് നീങ്ങുക. പക്ഷേ കാണാതെ ആയിടത്ത്, വലിയനെ കാണാതെ ആയിടത്ത് മഫ്കൂദ് എന്ന് പറയും. അപ്പം അധികാരം നീങ്ങുന്നത് നല്ലവണ്ണം ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും അതിലേക്ക് അല്ല, ഖാദിയിലേക്ക് ആണ്. അവിടെ ഖാദിയാണ് കല്യാണം കഴിച്ചു കൊടുക്കേണ്ടത്. അപ്പം മേൽ മസ്അലയിൽ ഖാദിയാണ് കല്യാണം കഴിച്ചു കൊടുക്കേണ്ടത്. ഈ വിഷയങ്ങളൊക്കെ ബഹുമാനപ്പെട്ട തുഹഫ 7-ാം വാള്യം 236 മുതൽ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഫതുഹുൽ മുഈൻ വളരെ വ്യക്തമായി ഇതെല്ലാം രേഖപ്പെടുത്തുന്നുണ്ട്.